നമസ്കാരം. കുളിക്കാൻ മടിയുള്ള ആളുകൾ എല്ലാ കാലത്തും ഉള്ളതാണ്. ദിവസങ്ങളോളം കുളിക്കാതെ നടക്കുന്ന എത്രയോ പേർ നമുക്കിടയിൽ തന്നെ ഉണ്ട്. അസുഖം കൊണ്ടോ ശാരീരികമായ അവസ്ഥകൾ കൊണ്ടോ അല്ലാതെ വെറും മടി കൊണ്ട് കുളിക്കാതിരിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വന്നതാണ്. കുളിക്കാൻ ഒരു കഷ്ടപ്പാടും വേണ്ട എന്നാണ് പറയുന്നത്. വെറുതെ ഒന്ന് ഇരുന്നു കൊടുത്താൽ മാത്രം മതിയാകും. കുളിപ്പിച്ച് കുട്ടപ്പനാക്കി തരുന്ന ഒരു യന്ത്രം ജാപ്പനീസുകാർ കണ്ടെത്തിയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന AI അരങ്ങുവാഴുന്ന കാലത്ത് AI അധിഷ്ഠിത മനുഷ്യ വാഷിംഗ് മെഷീനാണ് ഇപ്പോൾ ചർച്ചകളിൽ നിറങ്ങിയിരിക്കുന്നത്. ഒസാക്ക ആസ്ഥാനമായ ഷവർഹെഡ് കമ്പനിയായ സയൻസ് കോ ആണ് കുളിക്കാൻ മടിയുള്ളവർക്കും തിരക്കിട്ട് കള്ളക്കുളി പാസ്സാക്കുന്നവർക്കും ഏറ്റവും മികച്ച രീതിയിൽ ശരീരം വൃത്തിയാക്കാൻ സഹായിക്കുന്ന ഈ ഉപകരണം ഏറ്റവും പെട്ടെന്ന് തന്നെ വിപണിയിൽ ലഭ്യമാകുമെന്നാണ് വാർത്തകൾ നൽകുന്നത്. ഭാവിയിലെ ഹ്യൂമൻ വാഷിംഗ് മെഷീൻ, അതായത് മിറായ് 9 സെന്റാക്കി എന്ന വിളിക്കുന്ന ഈ ഒരു ഹ്യൂമൻ വാഷിംഗ് മെഷീൻ കഴുകുന്നതിന് മുൻ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ശരീരത്തിലെ അഴുക്കും മറ്റു കാര്യങ്ങളും വിലയിരുത്താനുമാകുന്നതാണ്. ഇന്ന് ലോകം മുഴുവൻ ഉപയോഗിക്കുന്ന തുണി അലക്കുന്ന വാഷിംഗ് മെഷീൻ പോലെ തന്നെയാണ് ഈ ഹ്യൂമൻ വാഷിംഗ് മെഷീൻ എന്ന് സയൻസ് കോ പറയുന്നുണ്ട്. ഒരു മനുഷ്യനെ കഴുകി വൃത്തിയാക്കാൻ 15 മിനിറ്റാണ് ഇതിന് വേണ്ടി വരുന്ന സമയം. കണ്ടാൽ ക്രൂസ് ഫൈറ്റർ ജെറ്റിന്റെ കോക്പിറ്റ് പോലെയാണോ അല്ലെങ്കിൽ ആധുനിക അറ പോലെ യോജിക്കുന്ന ഈ ഒരു ഉപകരണം ജപ്പാനിലെ ഒസാക്ക കറൻസിയായി എക്സ്പോയിൽ പ്രദർശിപ്പിക്കും. ഇതിൽ 1000-ഓളം ആളുകൾ കുട്ടികൾ ഇതിൽ പരീക്ഷണ കുളി നടത്തുമെന്നാണ് വലിയ റിപ്പോർട്ടുകളായിട്ട് വന്നിരുന്നത്. പ്ലാസ്റ്റിക് കൊണ്ട് തയ്യാറാക്കിയ ഈ അറയിൽ ഒരാൾ കയറി വാതിലുകൾ അടച്ചാൽ യന്ത്രം അതിന്റെ പകുതിയോളം ഭാഗം ചെറു ചൂടുള്ള വെള്ളം കൊണ്ട് നിറയ്ക്കുന്നതാണ്. അതിനുശേഷം വളരെ ചെറിയ വായുകുമിളകൾ അടങ്ങിയ വെള്ളം അതിവേഗത്തിൽ കടത്തിവിടുന്നതാണ്. വായുകുമിളകൾ പൊട്ടുമ്പോൾ അത് ചെറിയ എന്നാൽ ശക്തമായ മർദ്ദത്തിലുള്ള തിര ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അത് ശരീരത്തിലെ അഴുക്ക് നീക്കം ചെയ്യും. ഉപയോക്താക്കൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിലെ ഇലക്ട്രോഡുകൾ ഇരിക്കുന്നയാളുടെ ശരീരത്തിലെ താപനിലയും മറ്റു വിവരങ്ങളും ശേഖരിച്ച് അതിന് യോജിച്ച താപനിലയിലുള്ള വെള്ളത്തിലായിരിക്കും കുളിപ്പിക്കുക. ഹ്യൂമൻ വാഷ് മെഷീന്റെ രക്ഷാപ്രവർത്തനം അവിടെ കൊണ്ട് തീർന്നില്ല. മനുഷ്യൻ ഇത്രയും കാലം അന്വേഷിച്ചിരുന്ന മനസ്സ് ശുദ്ധമാക്കുന്ന സേവനവും ഈ വാഷിംഗ് മെഷീൻ നൽകുന്നുണ്ട് എന്നാണ് അറിയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പ്രവർത്തിക്കുന്ന മെഷീനിലെ സെൻസറുകൾ ഇരിക്കുന്ന വ്യക്തിയുടെ ജൈവികമായ കാര്യങ്ങളെല്ലാം അപഗ്രഥിച്ച അവർ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായതോ ആയ ഒരു വീഡിയോ പ്ലാസ്റ്റിക് പോഡിനുള്ളിൽ കാണിക്കുമെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. നമ്മളിപ്പോഴാണ് ഈ ഒരു ഹ്യൂമൻ വാഷിംഗ് മെഷീനെ കുറിച്ച് കൂടുതൽ അറിയുന്നത്. 1970 സാനിയോ ഇലക്ട്രിക് കമ്പനി, ഇപ്പോഴത്തെ പാനസോണിക് ഹോൾഡിംഗ് കോർപ്പറേഷൻ ആണ് ഇതാദ്യമായി വികസിപ്പിച്ചത്. അന്ന് ജപ്പാൻ ഗോൾഡ് എക്സ്പോയിൽ ഇത് പ്രദർശിപ്പിച്ചിരുന്നു. അന്നത്തെ യന്ത്രത്തിൽ ചൂടുവെള്ളത്തിനും മൈക്രോ ബബിളുകൾക്കും ഒപ്പം തന്നെ പ്ലാസ്റ്റിക് മസാജ് ബോളുകളും ഉണ്ടായിരുന്നു. ഇത് കുളിക്കുന്നവരുടെ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ആ യന്ത്രം ഒരിക്കലും വിപണിയിൽ എത്തിയില്ല. സയൻസ് കോയുടെ പുതിയ ഹ്യൂമൻ വാഷിംഗ് മെഷീനും എപ്പോഴാണ് വിപണിയിൽ എത്തുകയെന്ന് കമ്പനി വെളിപ്പെടുത്തിയിട്ടുമില്ല.